അങ്ങനെ വൈജയന്തിക്ക് ആക്സിഡന്റ് ആയതിനെ തുടർന്ന് വൈജയന്തിയുടെ ബാഗും ഫോണും പോലീസ് രോഹിത്തിന്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. രോഹിത് വീട്ടിൽ വന്ന ഉടൻ തന്നെ വൈജയുടെ ഫോൺ പരിശോധിക്കും. വൈജയുടെ ഫോണിന്റെ ലോക്ക് അറിയാത്തതുകൊണ്ട് 2-3 പ്രാവശ്യം രോഹിത് ശ്രമിച്ചുവെങ്കിലും അത് ഓപ്പൺ ആയി കിട്ടിയില്ല. കുറെ കഴിഞ്ഞ് രോഹിത് ചിന്തിക്കുന്നുണ്ട്, എന്തായാലും ചിലപ്പോൾ അമ്മയുടെ ഡേറ്റ് ഓഫ് ബർത്ത് ആയിരിക്കും. അങ്ങനെ രോഹിത് വൈജയന്തിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് ടൈപ്പ് ചെയ്ത് വൈജയന്തിയുടെ മൊബൈൽ അൺലോക്ക് ചെയ്യുന്നുണ്ട്. ഫോണിന് വലിയ തകരാറൊന്നും സംഭവിച്ചിട്ടില്ല എന്ന് മനസ്സിലാക്കുന്ന രോഹിത് ഫോണിന്റെ ഫോട്ടോകളും ബാക്കി ഫോണിലുള്ള ഡീറ്റെയിൽസ് പരിശോധിക്കുന്നുണ്ട്. ആദ്യഘട്ടത്തിൽ തന്നെ അവൻ അതിൽ നിന്നും ഒന്നും കണ്ടെടുക്കാനായില്ല. ബാക്കി പോലീസ് ഏൽപ്പിച്ച ബാഗും അതിനടങ്ങുന്ന പേഴ്സും എല്ലാം രോഹിത് ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. അതിനൊന്നും ഒരു വ്യത്യാസവും ഇല്ലാന്ന് മനസ്സിലാക്കിയ രോഹിത് അതവിടെ വച്ചതിന് ശേഷം പുറത്തോട്ട് പോകുന്നുണ്ട്. ആ സമയത്ത് ബബിത അവിടെ നിൽക്കുന്നുണ്ട്. ബബിതയോട് അലീന ചോദിക്കുന്നുണ്ട്, എന്താ ബബിതെ, നിനക്കിപ്പോൾ നിന്റെ അമ്മയെ തിരിഞ്ഞു നോക്കാൻ കഴിയുന്നില്ലേ? നീ അമ്മയെ ഒന്ന് വന്ന് കാണാത്ത എന്താ എന്ന് ചോദിക്കുമ്പോൾ ബബിതയ്ക്കത് വല്ലാതെ ദേഷ്യം വരുന്നുണ്ട്. ബബിത ദേഷ്യത്തോട് ചോദിക്കുന്നുണ്ട്, നീ ആരാടി എൻ്റെ അമ്മയെ കാണണ്ട എന്നൊക്കെ പറയാനായിട്ട്? എനിക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞാൻ അമ്മയെ വന്ന് കാണും. ഞാൻ അമ്മയെ എന്നും കാണുന്നുമുണ്ട്. അത് നിന്നെ കാണിച്ചുകൊണ്ടാകണ്ട. എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഞാൻ എൻ്റെ അമ്മയെ കാണും. അപ്പോൾ അലീന പറയുന്നുണ്ട്, ഞാൻ കാണുന്നില്ലല്ലോ ബബിതെ, നീ അമ്മയെ വന്ന് നോക്കുന്നത്? നീ ഇവിടെ പുറത്ത് വന്ന് നിന്ന് ഒന്നൊന്ന് നോക്കിയിട്ട് നീ അങ്ങ് പോകുന്നതല്ലേ പതിവ്. അല്ലാതെ അകത്ത് കയറുകയോ അമ്മ ഒന്നൊന്ന് സംസാരിക്കുകയോ സുഖമുണ്ടോ എന്ന് പോലും നീ ചോദിക്കുന്നില്ലല്ലോ. അമ്മയ്ക്ക് സുഖം ഉണ്ടായിരുന്നിട്ട് എണീറ്റ് നടന്ന കാലത്ത് അമ്മയുടെ കൂടെ തന്നെ നീ ഉണ്ടായിരുന്നല്ലോ. അമ്മ എന്ത് കാര്യം ചെയ്താലും അതിന് സപ്പോർട്ടായിട്ട് നീ ചെന്ന് നിൽക്കുമായിരുന്നല്ലോ. ഇപ്പം എന്താ അമ്മ ഒന്ന് കിടപ്പിലായെന്ന് വെച്ചിട്ട് നീ അമ്മയെ ഉപേക്ഷിച്ചു? അമ്മയൊന്ന് കാണാൻ കൂടെ നീ കൂട്ടാക്കുന്നില്ലല്ലോ എന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് ബബിതയ്ക്ക് വല്ലാതെ ദേഷ്യവും വരുന്നുണ്ട്. കൃഷ്ണമോളും ആ സമയത്ത് അവിടെ നിൽക്കുന്നുണ്ട്. ബബിത ദേഷ്യത്തോടു കൂടി അലൈനയുടെ മുഖത്ത് നോക്കിയിട്ട് നീ ആരാടി എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ബാലചന്ദ്രൻ അവിടേക്ക് വരുന്നുണ്ട്. ബാലചന്ദ്രൻ ബബിതയോട് പറയുന്നുണ്ട്, ബബിതെ, നീ എന്താ വിളിച്ചത്? അത് നിന്റെ ചേച്ചിയല്ലേ? നീ അലീന എന്ന് പേര് വിളിക്കാനോ എടി പോടി എന്ന് വിളിക്കാനോ നിനക്ക് എന്ത് അധികാരമാണുള്ളത്? അവൾ നിന്നെക്കാളും എന്ത് വെച്ചിട്ട് നോക്കിയാലും നിന്റെ മൂത്തതല്ലേ. അപ്പോൾ നിനക്ക് അവളെ ഒന്ന് ചേച്ചി എന്ന് വിളിച്ചുകൂടെ എന്ന് പറയുമ്പോൾ ബബിത പറയുന്നുണ്ട്, ഞാൻ എന്തിനാ അച്ഛാ ചേച്ചി എന്ന് വിളിക്കുന്നത്? എൻ്റെ ചേച്ചിയൊന്നും അല്ലല്ലോ. ആ സമയത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, നിന്റെ സ്വന്തം ചേച്ചി അല്ല എന്ന് കരുതിയിട്ട് നിന്റെ പ്രായത്തിൽ നിന്നെക്കാൾ മൂത്തതല്ലേ അവൾ. അപ്പോൾ നിനക്ക് അവളെ ചേച്ചി എന്ന് വിളിച്ചുകൂടെ? ഇനി സ്വന്തം ചേച്ചിയായിട്ട് തന്നെ കരുതി നീ അവളെ സ്നേഹിക്കണം. എന്നിട്ട് ഇഷ്ടമില്ലാതിരുന്നെങ്കിൽ കൂടെ ബബിത അവസാനം അലീനയെ ചേച്ചി എന്ന് വിളിക്കുന്നുണ്ട്. ബാലചന്ദ്രൻ അങ്ങ് തിരിഞ്ഞു പോകുന്ന സമയത്ത് കൃഷ്ണമോൾ പറയുന്നുണ്ട്, എന്തിനാ ബബിത ചേച്ചി ആവശ്യമില്ലാത്ത വഴക്കുകൾ ഉണ്ടാക്കുന്നത്? ചേച്ചിക്ക് ആദ്യമേ അലീന ചേച്ചിയെ ചേച്ചി എന്ന് തന്നെ അങ്ങ് വിളിച്ചാൽ പോരായിരുന്നോ? അലീന ചേച്ചിയെ നമ്മുടെ സ്വന്തം ചേച്ചിയായിട്ട് കാണണം. അലീന ചേച്ചി ആർക്കും ഒരു ദ്രോഹം വരുന്ന കാര്യങ്ങൾ ചെയ്യുന്നില്ല. അമ്മയെ എന്തുമാത്രം കെയറോടുകൂടിയാണ് അലീന ചേച്ചി ശ്രദ്ധിക്കുന്നതെന്ന് ബബിത ചേച്ചി ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ലേ? അതുകൊണ്ട് ആവശ്യമില്ലാത്ത പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാക്കരുത് എന്ന് പറയുമ്പോൾ കൃഷ്ണമോളോട് ദേഷ്യപ്പെടുന്നുണ്ട് ബബിത. ആ സമയത്ത് ബാലചന്ദ്രനോട് കൃഷ്ണമോള് പറയുന്നുണ്ട്, ദേ അച്ഛാ, ഞാൻ ബബിത ചേച്ചിയോട് ഈ കാര്യങ്ങൾ പറയുമ്പോൾ ബബിത ചേച്ചിക്ക് അത് ഇഷ്ടപ്പെടുന്നില്ല. അലീന ചേച്ചിയെ ചേച്ചി എന്ന് വിളിക്കാനുള്ള മനസ്സുമില്ല ബബിത ചേച്ചിക്ക് എന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആ സമയത്ത് ബാലചന്ദ്രൻ പറയുന്നുണ്ട്, ഞാൻ അവളോട് മര്യാദയ്ക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തതാണ്. അവൾക്കത് അനുസരിച്ചാൽ നല്ലത്. ഇവിടുത്തെ കാര്യങ്ങളുടെ പോക്ക് എങ്ങനെയാണ് എന്നുള്ള കാര്യവും ബബിതയ്ക്ക് അറിയാം. അതുകൊണ്ട് ബബിത ഇതൊക്കെ കണ്ട് അടങ്ങി ഇവിടെ ജീവിച്ചാൽ അവൾക്ക് നല്ലത് എന്ന് പറയുന്നുണ്ട്. ദേഷ്യത്തോടെ ആണെങ്കിലും ബബിത ഒന്നും മിണ്ടാതെ റൂമിലേക്ക് പോകുന്നുണ്ട്. ആ സമയത്താണ് രോഹിത് തിരിച്ച് റൂമിലേക്ക് വരുന്നത്. വന്ന് രോഹിത്തിൻ്റെ ഫോൺ സ്വിച്ച് ഓഫ് ആയതിനെ തുടർന്ന് വൈജയുടെ ചാർജ് വെച്ചിരിക്കുന്ന ഫോൺ എടുത്ത് അതിലൊരു സിനിമ കാണാം എന്ന് കരുതി ഫോൺ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞപ്പോൾ വൈജ കുറച്ച് ഫോട്ടോകളും ബാക്കി ഡീറ്റെയിൽസും അടങ്ങിയ അവളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഒരു ഫയലായിട്ട് സൂക്ഷിച്ചിട്ടുണ്ട്. അത് എന്താണെന്ന് ചെക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അത് ഓപ്പൺ ചെയ്യുമ്പോൾ അതും ലോക്കാണ്. അപ്പോൾ പല പ്രാവശ്യം അത് ട്രൈ ചെയ്തുവെങ്കിലും അവനത് ഓപ്പൺ ആക്കാൻ കഴിഞ്ഞില്ല. അവസാനം അവൻ ചിന്തിക്കുന്നുണ്ട്, അമ്മയ്ക്ക് അമ്മയോട് മാത്രമാണല്ലോ കൂടുതൽ സ്നേഹം, അല്ലാതെ മക്കളെന്നോ ഭർത്താവെന്നോ ഉള്ള സ്നേഹമൊന്നും അമ്മയ്ക്കില്ല. അമ്മയ്ക്ക് അമ്മയുടെ കാര്യം തന്നെ നോക്കിയാൽ മതി. അമ്മയ്ക്ക് അമ്മയാണ് ഏറ്റവും കൂടുതൽ വലുത്. അമ്മ ആരുടെ മുന്നിലും താഴ്ന്നത് അമ്മയ്ക്ക് ഇഷ്ടമല്ലല്ലോ. എന്തായാലും അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. അമ്മയുടെ പേരോ അല്ലെങ്കിൽ അതിൻ്റെ ആദ്യ അക്ഷരമോ എന്തെങ്കിലും ആയിരിക്കും അമ്മ ഉറപ്പായിട്ടും ഇതിൻ്റെ ലോക്കായിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കുക. അങ്ങനെ രോഹിത് ആദ്യത്തെ അക്ഷരം വി എന്ന് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് അത് അൺലോക്ക് ആവുന്നുണ്ട്. ആ സമയത്ത് അത് ചെക്ക് ചെയ്യുമ്പോൾ അതിനകത്ത് പഴയ കുറേ ഫോട്ടോകളും ഒരു കുഞ്ഞിൻ്റെ ഫോട്ടോകളുമാണ് രോഹിത്തിൻ്റെ കണ്ണിൽ പെടുന്നത്. രോഹിത്ത് പല പ്രാവശ്യം അത് നോക്കിയെങ്കിലും അതാരാണ് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല. രോഹിത്ത് നോക്കുന്ന സമയത്ത് ഇത് അമ്മയുടെ പഴയ ഫോട്ടോ ആണല്ലോ, അമ്മ കോളേജിൽ പഠിക്കുമ്പോൾ ഉള്ള ഫോട്ടോ ആണല്ലോ, അമ്മ ആഗ്രയിലോ മറ്റോ എന്തോ ആണ് അമ്മ പഠിച്ചെന്ന് പറയുന്നത്. അപ്പോൾ ഇതാരായിരിക്കും അമ്മയുടെ കൂടെ നിൽക്കുന്ന ഒരു പുരുഷൻ? അങ്ങനെ പലതവണ അവൻ ആലോചിച്ച് നോക്കുന്നുണ്ട്. അതും അമ്മയുടെ അത്രയും ഒരു അടുത്ത ഫ്രണ്ട് ആയിരിക്കാൻ സാധ്യതയില്ല. കാരണം അവർ ഇത്രയും അടുത്തിടപെട്ട്
കണ്ടപ്പോഴേക്ക് അമ്മയുടെ തോളിൽ കൈ ഇട്ടുകൊണ്ട് നിൽക്കുന്ന ആ പുരുഷൻ അതാരായിരിക്കും? അമ്മ അത്രയ്ക്ക് ഫ്രീഡം കൊടുത്തത് ആർക്കായിരിക്കും? അങ്ങനെ ചിന്തിക്കുന്നുണ്ട്. അങ്ങനെ അവൻ താഴോട്ട് സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴാണ് അവന് മറ്റു പല ഫോട്ടോകളും കാണാനായിട്ട് കഴിയുന്നത്. അതിൽ ഒരു കുഞ്ഞിൻ്റെ ഫോട്ടോയുണ്ടായിരുന്നു. ആ ഒരു പെൺകുഞ്ഞിൻ്റെ ഫോട്ടോ പലതവണ അവൻ ചെക്ക് ചെയ്ത് നോക്കുന്നുണ്ട്. ഇത് ബബിതയോ കൃഷ്ണമോളോ ഒന്നുമല്ല. എന്നിട്ടും ഈ ഒരു പെൺകുട്ടിയുടെ കുഞ്ഞിലുള്ള ഫോട്ടോ അത് അമ്മ എന്തിനായിരിക്കും ഇത്രയും നാളും ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്? അതിൽ നിന്നും അവസാനം അവനൊരു കാര്യം മനസ്സിലാവുന്നുണ്ട്, തൻ്റെ അമ്മ ആരെയോ പ്രണയിച്ചിരുന്നു എന്ന്. ഈ ഫോട്ടോകൾ എടുത്ത കാലഘട്ടവും ആ കുഞ്ഞിൻ്റെ ഫോട്ടോയും വെച്ച് നോക്കുമ്പോൾ അവന് മനസ്സിലാവുന്നുണ്ട്, ഇത് അമ്മ ആഗ്രയിൽ പഠിച്ചിരുന്ന 22 കൊല്ലങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന ഫോട്ടോയാണ്. അതാണ് ഗംഗാധര മേനോൻ അങ്കിള് അന്ന് വന്നപ്പോൾ അമ്മയോട് എന്തോ സംസാരിക്കുന്നതും അവൻ ശ്രദ്ധയിൽപ്പെടുത്തിയത്. വൈജയന്തിയെ കാണാനായിട്ട് രോഹിത് റൂമിലേക്ക് പോകുന്നുണ്ട്. അവിടെ ചെന്ന് രോഹിത് വിളിക്കുന്നുണ്ട്, അമ്മയ്ക്കിപ്പോൾ സുഖമുണ്ടോ, എങ്ങനെയുണ്ട്, ഇപ്പോൾ കുറച്ചെങ്കിലും ഭേദം തോന്നുന്നുണ്ടോ എന്നൊക്കെ. തിരിച്ചൊന്ന് പറയാനും വയ്യാത്തത് കൊണ്ട് കണ്ണടച്ച് അവൾ എല്ലാത്തിനും സമ്മതം കൊടുക്കുന്നുണ്ട്. ആ സമയത്താണ് ബബിത വന്നിട്ട് വൈജയന്തിയോട് ചോദിക്കുന്നുണ്ട്, അമ്മയെ ഞാൻ കാണാൻ വരുന്നില്ല എന്ന് അമ്മയ്ക്ക് പരാതിയുണ്ടോ? ഇവിടെ അലീനയൊക്കെ പറയുന്നത് ഞാൻ അമ്മയെ കാണാൻ വരുന്നില്ല എന്നാണ്, അമ്മയ്ക്ക് ഒന്നും പറയാനില്ലേ എന്ന് പറയുമ്പോൾ അവൾ ഇതൊന്നും കേൾക്കാത്തത് പോലെ കണ്ണടച്ച് കിടക്കുന്നുണ്ട്. കാരണം വൈജയന്തിക്ക് അറിയാം ബബിത അവളെ കാണാൻ ചെല്ലുന്നില്ല എന്നുള്ളത്. അങ്ങനെ എന്നിട്ട് രോഹിത് പറയുന്നുണ്ട്, ഇപ്പോൾ സുഖമുണ്ടല്ലോ അമ്മയ്ക്ക്, അമ്മയെ ഇപ്പോൾ അലീന നന്നായിട്ട് നോക്കുന്നുണ്ട്, അവിടെ കൃഷ്ണമോളും ബബിതയും നോക്കുന്നതിനേക്കാളും നന്നായിട്ട് അമ്മയെ അലീന നോക്കുന്നുണ്ട്. എനിക്കത് കാണുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നുണ്ട് അമ്മ കാരണമാണ് ഞാനും അലീനയെ വെറുക്കാൻ കാരണം. അലീന നമ്മളോടൊന്നും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ലല്ലോ അമ്മേ, പക്ഷേ എന്തോ അമ്മയ്ക്ക് അവളെ ഇഷ്ടമല്ല, അതുകൊണ്ട് ഞങ്ങളും അവളെ വെറുത്തു. പക്ഷേ ഇപ്പോൾ അമ്മയെ അവൾ നോക്കുന്നത് കാണുമ്പോൾ എനിക്ക് അവളോട് ചെറിയൊരു അലിവൊക്കെ തോന്നുന്നുണ്ട്, ചെറിയൊരു സ്നേഹം തോന്നുന്നുണ്ട്, ചെറിയൊരു ചേച്ചിയുടെ സ്ഥാനം ഞാൻ അവൾക്ക് കൊടുക്കാമെന്ന് ആലോചിക്കുന്നുണ്ട്. അത്രയും നന്നായിട്ടാണ് അലീന അമ്മയെ കെയർ ചെയ്യുന്നത്. അമ്മയ്ക്കൊരു മകളുണ്ടായിരുന്നെങ്കിൽ അവൾ പോലും ഇത്രയും നന്നായിട്ട് കെയർ ചെയ്യില്ല. പക്ഷേ അലീന അമ്മയെ നോക്കുന്നത് ഒരു മകൾ നോക്കുന്നതിനേക്കാളും കൂടുതൽ സ്നേഹം നൽകിയാണ് അമ്മ. അതുകൊണ്ട് അമ്മയ്ക്കിനി അസുഖം ഭേദമായി കഴിഞ്ഞ് അമ്മ പൂർണ്ണ ആരോഗ്യത്തിലേക്ക് വരുമ്പോൾ അലീന ചേച്ചിയെ ഇവിടെ നിന്നും പറഞ്ഞു വിടാനായിട്ട് നോക്കരുത്. അലീന അമ്മയ്ക്കൊപ്പം നിൽക്കുന്നത് തന്നെയാണ് ഞങ്ങൾക്ക് കൂടുതൽ ഇഷ്ടം. അച്ഛനും ഇതൊക്കെ കൊണ്ട് തന്നെയാണ് അലീനയെ ഇവിടെ താമസിപ്പിക്കുന്നത്. അവളുടെ മനസ്സിലെ നന്മ തിരിച്ചറിഞ്ഞാണ് അച്ഛൻ അവളെ ഇത്രയും സ്നേഹിക്കുന്നതും ഒരു കൂടപ്പിറപ്പായിട്ട് അല്ലെങ്കിൽ ഒരു മകളായിട്ട് അവളെ അംഗീകരിച്ചതും. അല്ലാതെ അമ്മയോടുള്ള വെറുപ്പ് കൊണ്ടോ നമ്മളെ തോൽപ്പിക്കാനോ വേണ്ടിയൊന്നുമല്ല അച്ഛൻ ഇങ്ങനെ ചെയ്യുന്നത്. അലീനയുടെ ഉള്ളിൽ എന്തൊക്കെ നന്മയുണ്ട്. അല്ലാതെ ഒന്നും കാണാതെ ഇവിടെ മുത്തശ്ശിയെ നോക്കാനെന്ന് പറഞ്ഞ് അലീനയെ ഇവിടെ കൊണ്ടുവരില്ലല്ലോ മുത്തശ്ശരൊന്നും. അതുകൊണ്ട് ഞാൻ അമ്മയോട് ഒരു കാര്യം പ്രത്യേകം പറയാം, അമ്മ പൂർണ്ണ ആരോഗ്യസ്ഥിതിയിലേക്ക് തിരിച്ചു വരുമ്പോൾ അലീന ചേച്ചിയെ പഴയ കണ്ണുകൾ കൊണ്ട് കാണാതെ സ്നേഹിക്കാൻ ശ്രമിക്കണം. ഇനി സ്നേഹിച്ചില്ലെങ്കിലും വേണ്ടൂല, അവളെ ഇനി ദ്രോഹിക്കാതിരുന്നാൽ മതി. അവളിവിടെ വീട്ടുജോലിയെങ്കിലും ചെയ്ത് ഇവിടെ ഏതെങ്കിലും ഒരു മൂലയ്ക്ക് കഴിഞ്ഞോളും. രോഹിത് പറയുന്ന കേട്ടിട്ട് വൈജയന്തിക്ക് ഒരക്ഷരം തന്നെ മിണ്ടാൻ കഴിയുന്നില്ല. അവളുടെ കണ്ണുനീര് ഒലിച്ചിറങ്ങുന്നുണ്ട്. ആ സമയത്ത് അവളും മനസ്സിൽ ചിന്തിക്കുന്നുണ്ട്, ആ രോഹിത് പറയുന്നത് ശരിയാണ്, ഞാൻ അവളെ എന്തുമാത്രം ദ്രോഹിച്ചു. എന്നിട്ട് എനിക്ക് ഈ ഒരു അവസ്ഥ ഉണ്ടായപ്പോൾ എന്നെ നോക്കാൻ എൻ്റെ മക്കളെക്കാളും കൂടുതൽ എനിക്ക് തുണയായത് ഈ വീട്ടുവേലക്കാരിയാണ്. അതുകൊണ്ട് ഞാൻ അവളെ ഇങ്ങനെ ഒരു തരത്തിലും ദ്രോഹിക്കാൻ പാടില്ലായിരുന്നു. അതിന് ചിലപ്പോൾ ദൈവം തന്ന ശിക്ഷയായിരിക്കാം ഈ ഒരു ആക്സിഡൻറ്റ്. എൻ്റെ അസുഖങ്ങളെല്ലാം മാറി ഞാൻ പഴയതുപോലെ എണീറ്റ് നടക്കാൻ തുടങ്ങുമ്പോൾ അലീനയെ ഞാൻ ഒരിക്കലും ഇനി പഴയ കണ്ണിൽ കാണാൻ ശ്രമിക്കില്ല. ബാലചന്ദ്രനെ ഞാൻ വളരെയധികം കുറ്റപ്പെടുത്തി. ബാലചന്ദ്രനോട് അലീനയുടെ പേരും പറഞ്ഞ് ഞാൻ ഒരുപാട് വഴക്കിട്ടു. അതിൻ്റെ എല്ലാം ഫലമായിരിക്കും ഇപ്പോൾ എനിക്ക് ഈശ്വരൻ തന്നത്. ഇനിയെങ്കിലും എനിക്ക് തന്നെ തിരിച്ചറിവുണ്ടാവട്ടെ. ഇതൊക്കെ ഇങ്ങനെ ആലോചിച്ച് കഴിയുമ്പോൾ വൈജയന്തി കരയുന്നുണ്ട്. അങ്ങനെ കണ്ണുനീര് കാണുന്ന സമയത്ത് അലീന വൈജയന്തിയോട് ചോദിക്കുന്നുണ്ട്, എന്തിനാ മേഡം ഇങ്ങനെ കരയുന്നത്? എന്തെങ്കിലും സങ്കടമുണ്ടോ മനസ്സിൽ? അതൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോഴങ്ങ് മറന്നേക്കൂ. ഇനി ഒരു കുഴപ്പമില്ല. മേഡത്തിന് ഇനി ഒരു പേടിയും വേണ്ട. ഇനി പഴയതുപോലെ തുള്ളിച്ചാടി നടക്കാം. കുറച്ച് ദിവസവും കൂടെ ഇങ്ങനെ ഒന്ന് കിടന്നോളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് പഴയതുപോലെ നടക്കാം കേട്ടോ. ഇനി ഒന്നുകൊണ്ടും വിഷമിക്കണ്ട. ഞാനില്ലേ അടുത്ത്. ഞാൻ പൊന്നുപോലെ നോക്കാം, എൻ്റെ അമ്മയെ പോലെ സ്നേഹിക്കാം എന്നൊക്കെ പറയുന്ന സമയത്ത് അവളിങ്ങനെ ഒരു കണ്ണുകൊണ്ട് അലീനയെ നോക്കുന്നുണ്ട്. ആ സമയത്ത് ഇത് സ്വന്തം മകളാണ് എന്നറിയാതെയാണെങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ അലീനയോട് ചെറിയൊരു അനുകമ്പയൊക്കെ വൈജയന്തിക്ക് തോന്നി തുടങ്ങുന്നുണ്ട്. അതിനോടൊപ്പം തന്നെ രോഹിത്തിന്റെ വാക്കുകളും വൈജയന്തി ആലോചിക്കുന്നുണ്ട്. രോഹിത്തും അങ്ങനെ പതിയെ അലീനയെ സ്നേഹിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ പതിയെ വൈജയന്തിയും രോഹിത്തും ബബിതമോളും ഒക്കെ അലീനയെ വളരെയധികം സ്നേഹിച്ച് സ്വന്തം ചേച്ചിയായിട്ട് കരുതുന്ന സുന്ദര നിമിഷങ്ങളാണ് ഇനി മഴതോരും മുംബൈയിൽ വരാൻ പോകുന്നത്. അങ്ങനെ എല്ലാവരും അലീനയെ സ്നേഹിക്കാൻ തുടങ്ങുമ്പോഴേക്കും ബാലചന്ദ്രൻ അലീനയെ അവിടെ നിന്നും സ്വന്തം അച്ഛൻ്റെ ലാലച്ചിൻ്റെ കൈകളിലേക്ക് ഏൽപ്പിക്കുന്ന ഒരു രംഗങ്ങളാണ് ഇനി വരാൻ പോകുന്നത്.
അപ്പോൾ മഴതോരും മുമ്പയുടെ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ ഒരു എപ്പിസോഡ് ലൈക്ക് ചെയ്യാനും മറക്കരുത്. ഇനി മഴതോരും മുമ്പയുടെ പുതുപുത്തൻ വിശേഷങ്ങളുമായി ഉടനെ കാണും വരയ്ക്കും. ബൈ.